ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്ന് നൂഡിൽസ് ആട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോഴാട്ടോ ഈ കളറ് നേരിട്ട് കുറച്ചും കൂടി ഡാർക്ക് കളറാട്ടോ. ഇതിപ്പോൾ ഇതിൽ മസാലയൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കുന്നു. നൂഡിൽസാണ് രാവിലെ. അപ്പോൾ പിന്നെ ഇത് മോന് കൊണ്ടുപോകാനുള്ള ലഞ്ചാട്ടോ. നല്ല ചുട്ട് ചോറാട്ടോ, നല്ല കുത്തിരി ചോറും. പിന്നെ ഇന്ന് നല്ല മീൻ, ഈ മത്തിയില്ലേ, മത്തി താളിട്ട് പീര പറ്റിക്കണത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുണ്ടെന്ന് മത്തി സാധാരണ ഇങ്ങനെ ഇപ്പോൾ വേറെ കറിയൊന്നും അങ്ങനെ വെച്ചില്ലാത്ത കാരണം കൊടുത്തു വിടണം കേട്ടോ. മത്തി ഇതൊക്കെ ആവി വറക്കണ ചോറും പിന്നെ മത്തി ഫ്രൈയും ആട്ടോ കൊടുത്തു വിടുന്നത്. അതുണ്ടായുള്ളൂ ഒന്ന് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ മോൻ്റെ ലഞ്ച് അതാട്ടോ. പിന്നെ രാവിലെ മറ്റേ നൂഡിൽസും ആട്ടോ ഇന്ന് കഴിച്ചത്. വേറെ ഒന്നും ഉണ്ടായില്ല ഇന്ന് രാവിലെ. മോൻ്റെ ലഞ്ച് എല്ലാം എടുത്തു വെച്ചു. പിന്നെ നൂഡിൽസ് അതും കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തു വിടണ്ട കേട്ടോ. അവനിന്നിപ്പോൾ അത് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു. അത് കാരണം അതും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പം നൂഡിൽസും ലഞ്ചും അവനുള്ളത് എടുത്തു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ താഴത്തോട്ട് പോകും കേട്ടോ. ഞങ്ങൾ താഴെ ചേച്ചിയുടെ അടുത്തേക്കേ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുക. രാവിലെ സാധാരണ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതാട്ടോ. ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. നല്ല കട്ടൻ ചായയും നൂഡിൽസൊന്നും കഴിച്ചാൽ ഒരു തൃപ്തിയാവില്ല. എന്തെങ്കിലും രാവിലെ നമ്മൾ ഈ ചായക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു തൃപ്തിയാവില്ല. പിന്നെ രാവിലെ അത് ഞങ്ങൾ കഴിച്ചു എന്നുള്ളൂ. വേറെ ഉണ്ടാക്കാത്ത കാരണം താമസിച്ച് എണീറ്റത്. അപ്പോൾ അതൊക്കെ കാരണം അത് കഴിച്ചു എന്നുള്ളൂ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വിശക്കും ഇത് കഴിച്ചാലും. അപ്പോൾ അതൊക്കെ കഴിച്ചു. കട്ടൻ ചായ ചിലപ്പോഴൊക്കെ ആട്ടോ പാല് മേടിക്കാറുള്ളൂ. അപ്പോൾ കട്ടൻ ചായ അതും എനിക്ക് ആ കപ്പി കുടിച്ചാലവിടെ തൃപ്തിയാവുള്ളൂ. എനിക്ക് അതിൽ കുടിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അതാണ് എൻ്റെ കപ്പ്, എൻ്റെ ഗ്ലാസ്. ഏത് ചായ എന്തെടുത്താലും ഞാൻ അതിലെ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതേ കുഞ്ഞിനെ അത് കഴിഞ്ഞിട്ട് അംഗൻവാടിയിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്നു ചേച്ചിയെടുത്ത് കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കൊടുത്തു. അതും കഴിഞ്ഞ് അതേ കൊച്ചിറ്റിയെ കണ്ടിട്ടാട്ടോ കഴിക്കണത്. പിന്നെ ഞങ്ങൾ അവിയലുണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി അരിയും കേട്ടോ. പച്ചക്കറി നിരത്താനായിട്ട് ഒരാളവിടെ വന്നിരിപ്പുണ്ട്. കുറച്ച് പച്ചക്കറി ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ പച്ചക്കറിയുടെ ഒപ്പം ഒരു പപ്പായയും കൂടി ഇട്ട് അവിയൽ പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ ഇനി ഒരു പപ്പായയും കൂടെ ഇട്ട് ഒരു അവിയൽ കണ്ടാവും. അതിൽ ഒരെണ്ണം ചെനച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു പകുതിയുടെ ഒരു കഷ്ണം എടുത്ത് കപ്പങ്ങ അവിയൽ ഉണ്ടാക്കാൻ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്ത് ഒരു കുഞ്ഞ് കുക്കറിലാട്ടോ വെക്കണത്. ചെറിയ കുക്കറിൽ അതിൽ നിറച്ചിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടൊന്ന് ഒറ്റ ചീറ്റി ഇട്ടുമ്പോഴത്തേക്കും പച്ചക്കറി വേവുമല്ലോ. ഇത് സമയമില്ലാത്ത കാരണം കേട്ടോ കുക്കറിൽ വെച്ചാൽ, അല്ലെങ്കിൽ മറ്റേ പാത്രത്തിൽ വെച്ചാട്ടോ വേവിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിറഞ്ഞ കാരണം ഇളക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കുടഞ്ഞെടുക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ആവുമല്ലോ. പിന്നെ ഒരു ഒറ്റ ചീറ്റി കയറ്റുമ്പോഴത്തേക്കും ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒറ്റ ചീറ്റി കയറ്റുമ്പോഴത്തേക്കും പച്ചക്കറി വേവുമല്ലോ. അവിയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴത്തേനും 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ഉപ്പിട്ടത്. പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ. അത് ഞാനായിട്ട് അവിടെ അവിയലുണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു